പ്രൈസ് ദി ലോർഡ്. 20-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഉദിച്ചുയർന്ന നക്ഷത്ര ശോഭയായിരുന്നു വിശുദ്ധ ജിയന്ന. ഇന്ന് അവരുടെ കബറിടം പതിനായിരങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. പവിത്രമായ ആ കബറിടത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അർച്ചന ചെയ്യുക നാം മലരുകൾ, അർച്ചന ചെയ്യുക നാം, അർച്ചന ചെയ്യുക നാം, അർച്ചന ചെയ്യുക നാം മലരുകൾ, അർച്ചന ചെയ്യുക നാം, അർച്ചന ചെയ്യുക നാം. ഭാരത ഹൃദയ വിപഞ്ചികമീട്ടി പോകാം വിജയ സുഗീതം പാടി. ഭാരത ഹൃദയ വിപഞ്ചികമീട്ടി പോകാം വിജയ സുഗീതം പാടി. വിശ്വൈക ജനദതി പുളകമണിഞ്ഞ ചരിത്രത്തിൻ്റെ പ്രതീകം അവിടെ. വിശ്വൈക ജനദതി പുളകമണിഞ്ഞ ചരിത്രത്തിൻ്റെ പ്രതീകം അവിടെ. അർച്ചന ചെയ്യുക നാം മലരുകൾ, അർച്ചന ചെയ്യുക നാം, അർച്ചന ചെയ്യുക നാം. ഇറ്റലി വിശുദ്ധരുടെ ഈറ്റില്ലമാണ്. ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാട്. ആദിമസഭയിൽ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും രക്തസാക്ഷികളായത് ഈ പുണ്യഭൂമിയിലാണ്. രക്തസാക്ഷികളുടെ ചുടുനിണം വാർന്നൊഴുകിയ ആ പുണ്യഭൂമിയിൽ വിശുദ്ധ ജിയന്ന 1922 ഭൂജാതയായി. അവളുടെ മുഴുവൻ നാമധേയം ജിയന്ന ബെറേറ്റ മോള. കേവലം 39 വയസ്സുവരെ മാത്രം ജീവിച്ച ഈ വിശുദ്ധയുടെ ജീവിത കഥ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ പ്രേക്ഷകരായ നിങ്ങളോട് ആദ്യമായി എനിക്ക് പറയാനുള്ളത്, കരുണരസം കരകവിയും കഥ പറയാൻ പക്ഷേ കരളുരുകി കരളുരുകി കരയരുതിന്നാരും. കരുണരസം കരകവിയും കഥ പറയാൻ പക്ഷേ കരളുരുകി കരളുരുകി കരയരുതിന്നാരും. ഒരു വീട്ടമ്മ എങ്ങനെ ഒരു വിശുദ്ധയായി എന്ന് വരച്ചു കാട്ടുകയാണ് ഈ കൊച്ചു കഥാപ്രസംഗത്തിലൂടെ. വിശുദ്ധയായൊരു വീട്ടമ്മ, വിനീതയായൊരു വീട്ടമ്മ, വിശുദ്ധയായൊരു വീട്ടമ്മ, വിനീതയായൊരു വീട്ടമ്മ. വിളങ്ങി നിന്നിടുമെന്നാളും വണങ്ങിടാൻ കൃപ പുൽകാനായി. വിളങ്ങി നിന്നിടുമെന്നാളും വണങ്ങിടാം കൃപ പുൽകാനായി. തെളിഞ്ഞു നിൽപ്പൂ താരം പോൽ, വിളങ്ങി നിൽപ്പൂ ദീപം പോൽ, തെളിഞ്ഞു നിൽപ്പൂ താരം പോൽ, വിളങ്ങി നിൽപ്പൂ ദീപം പോൽ. ബെറേറ്റ എന്നൊരു
നിരന്തമാർക്കും ധന്യവതി. ആൽബർട്ടോയും മരിയയുമായിരുന്നു അവളുടെ മാതാപിതാക്കൾ. വീടും വീട്ടുമുറ്റവും നിറഞ്ഞു നിന്ന സന്താന സൗഭാഗ്യത്തിന്റെ ഉടമകളായിരുന്നു ആ ദമ്പതിമാർ. ആൽബർട്ടോയ്ക്കും മരിയയ്ക്കും അരുമകളെണ്ണം 13. ആൽബർട്ടോയ്ക്കും മരിയയ്ക്കും അരുമകളെണ്ണം 13. അവരിൽ 10ാം സന്താനത്തിന് അനുപമനാമം ജിയന്ന. അവരിൽ 10ാം സന്താനത്തിന് അനുപമനാമം ജിയന്ന. ദിവ്യകാരുണ്യ നാഥനോട് അദമ്യമായ ഭക്തിയായിരുന്നു വിശുദ്ധ ജിയന്നായ്ക്ക്. അവളുടെ ഹൃദയം ദിവ്യകാരുണ്യ നാഥന്റെ ആവാസഗേഹമായിരുന്നു. നാഥന്റെ സന്നിധിയിൽ ഒരു നിത്യ സന്ദർശകയായിരുന്നു അവൾ. ആഹ്ലാദ ചിത്തയായി ജിയന്ന സ്നേഹത്തിൽ ആത്മീയ ഭാവം തെളിച്ചിരുന്നു. ആഹ്ലാദ ചിത്തയായി ജിയന്ന സ്നേഹത്തിൽ ആത്മീയ ഭാവം തെളിച്ചിരുന്നു. ദിവ്യകാരുണ്യമാ സ്വർഗീയദാനമാ ജീവിതം ധന്യമായി തീർന്നിരുന്നു. ദിവ്യകാരുണ്യമാ സ്വർഗീയദാനമാ ജീവിതം ധന്യമായി തീർന്നിരുന്നു. നാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് 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 അവൾ വിശുദ്ധിയിൽ അങ്ങനെ വളർന്നു വന്നു. വെതലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. വിനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. ജിയന്നായ്ക്ക് 20 വയസ്സ്. ആ സമയത്ത് ചില അപ്രതീക്ഷ സംഭവ വികാസങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ടായി. അവളുടെ മാതാവ് ഹൃദയസ്തംഭനം മൂലം മൃതിയടഞ്ഞു. ആ ദുഃഖം മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പേ അവളുടെ പിതാവും ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. എല്ലാ ദുഃഖങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് അവൾ പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യനാഥനിൽ അലിഞ്ഞലിഞ്ഞ ജീവിതമായിരുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതായ ഒരു വിഷമം അവൾക്കുണ്ടായിട്ടില്ല. ഹൃദയത്തിൽ മുറിവുകളേറ്റവേ കഥ മാറി സാന്ത്വനമേറിയേറി. ഹൃദയത്തിൽ മുറിവുകളേറ്റവേ കഥ മാറി സാന്ത്വനമേറിയേറി. കരുണാമയ നാഥൻ കൂടെ ചരിച്ചല്ലോ കനിവിന്റെ താരങ്ങൾ മിന്നി മിന്നി. കരുണാമയ നാഥൻ കൂടെ ചരിച്ചല്ലോ കനിവിന്റെ താരങ്ങൾ മിന്നി മിന്നി. വിൻസെന്റ് ഇപ്പോൾ സംഘടനയിലും കാത്തലിക് ആക്ഷനിലും അവൾ ഊർജ്ജസ്വലയായ ഒരു പ്രവർത്തകയായിരുന്നു. ഒരു ആത്മീയ മിഷനറി ആകണം എന്നായിരുന്നു അവളുടെ അഭിലാഷം.
പക്ഷേ തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഒരു കുടുംബ ജീവിതത്തിലേക്കാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ഇതിനകം അവളൊരു ഡോക്ടറായി കഴിഞ്ഞിരുന്നു. ഒരു എഞ്ചിനീയർ ആയിരുന്ന പിയോട്രോ മോള 1954 അവളെ വിവാഹം കഴിച്ചു. വളരെ ഊഷ്മളമായ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ ഉടമകളായിരുന്നു ആ ദമ്പതിമാർ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ നൽകിക്കൊണ്ട് ജിയന്ന സ്വീകരിക്കും. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിയോട്രോ അവളോട് കുശലാന്വേഷണങ്ങൾ നടന്നു. സന്ധ്യാസമയത്ത് പ്രാർത്ഥനയ്ക്കായി അവർ ഏറെ സമയം കണ്ടെത്തി. ഒരാൾ ജീവിച്ചത് മറ്റേയാൾക്ക് വേണ്ടിയായിരുന്നു. വിവാഹ ജീവിതം പകർന്നു ചേതസ് നവോദയം കതിർ മഴ പൊഴിക്കയായി. വിവാഹ ജീവിതം പകർന്നു ചേതസ് നവോദയം കതിർ മഴ പൊഴിക്കയായി. മനോജ്ഞവില്ലയിൽ വസിക്കയായവർ മറന്നിടാത്ത പോൽ ദിനങ്ങളൊക്കെയും. മനോജ്ഞവില്ലയിൽ വസിക്കയായവർ മറന്നിടാത്ത പോൽ ദിനങ്ങളൊക്കെയും. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമായി. ഒരു ദിവസം പ്രഭാതത്തിൽ ഉണർന്ന ജിയന്ന മുറിയിൽ തലകറങ്ങി വീണു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഒരു സന്തോഷ വാർത്ത അവരെ അറിയിച്ചു. ജിയന്ന ഒരമ്മയാകാൻ പോകുന്നു. ആ ദമ്പതിമാർ ഏറെ സന്തോഷിച്ചു. അവർ കുഞ്ഞുവാവയ്ക്ക് കുഞ്ഞുടുപ്പുകൾ തുന്നി, ആട്ടുതൊട്ടിൽ വാങ്ങി. തങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണവർ. ഒമ്പത് മാസത്തെ കാത്തിരിപ്പിന് ശേഷം പിയർലുജി ജനിച്ചപ്പോൾ അത്രയേറെ സന്തോഷിച്ചു. പ്രിയങ്കരനവൻ വൃത്തിൽ മോദം നിറച്ചു. പിയർലുജി ജനിച്ചപ്പോൾ എത്രയേറെ സന്തോഷിച്ചു. പ്രിയങ്കരനവൻ വൃത്തിൽ മോദം നിറച്ചു. ആ ദാമ്പത്യ വല്ലരിയിൽ 2 പെൺകുഞ്ഞുങ്ങൾ കൂടെ ജനിച്ചു. സങ്കീർത്തനങ്ങൾ 127 അധ്യായം 4ഉം 5ഉം തിരുവചനങ്ങൾ ആ ദമ്പതിമാർ മനസ്സിൽ ആലേഖനം ചെയ്തിരുന്നു. യൗവനകാലത്ത് ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. പിയോട്രോയും ജീനായും 3 മക്കളും അടങ്ങുന്ന ആ കുടുംബം വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷങ്ങൾ കൂടെ പിന്നിട്ടു. കുഞ്ഞുങ്ങളെ അതിയായി സ്നേഹിച്ചിരുന്ന ജിയന്ന ഒരു സത്യം കൂടെ തിരിച്ചറിഞ്ഞു. താനിതാ 4ാമതും ഗർഭിണിയായിരിക്കുന്നു. ജീവിതം 4ാമതും പുഷ്പിക്കാൻ തുടങ്ങവേ ഭാവിയെ കുറിച്ചോത്ത് സന്തോഷം തുടി കൊട്ടി.
ജീവിതം നാലാമതും പുഷ്പിക്കാൻ തുടങ്ങവേ ഭാവിയെ കുറിച്ചോത്ത് സന്തോഷം കൂടി പൊട്ടി. ആ ഗർഭാവസ്ഥയിൽ അവൾ 2 മാസം കൂടെ മുന്നിട്ടു. ഒരു ദിവസം അവളുടെ വയറ്റിൽ ശക്തിയായിട്ടുള്ള വേദന. ആദ്യമൊന്നും അവൾ അത് സാരമാക്കിയില്ല. പക്ഷെ വീണ്ടും വീണ്ടും വേദന വന്നപ്പോൾ അവൾ ആഴമേറിയ വൈദ്യപരിശോധനയ്ക്ക് വിധേയയായി. അവളുടെ സഹപ്രവർത്തകനായിരുന്ന ഡോക്ടർ വിറ്റാലി പരിശോധനകൾക്ക് ശേഷം ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തി. പെട്ടെന്നാണ് അറിഞ്ഞത് വയറ്റിലൊരു മുഴ പൊട്ടിയോ ഗർഭാശയം വിട്ടുമാറാകും വിധം. പെട്ടെന്നാണ് അറിഞ്ഞത് വയറ്റിലൊരു മുഴ പൊട്ടിയോ ഗർഭാശയം വിട്ടുമാറാകും വിധം. അവളുടെ ഗർഭപാത്രത്തിൽ ഒരു ട്യൂമർ വളർന്നു വരികയാണ്. അത് എത്രയും വേഗം നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ അവളുടെ ജീവന് ആപത്താണ്. ഡോക്ടർ വിറ്റാലി 3 മാർഗങ്ങൾ നിർദ്ദേശിച്ചു. ആദ്യത്തേത്, ഏറ്റവും സുരക്ഷിതമായ വഴി ഗർഭപാത്രം മുഴയോടുകൂടി എടുത്തു മാറ്റുക. പക്ഷേ കുഞ്ഞ് മരിക്കും. രണ്ടാമത്തെ വഴി ഗർഭഛിദ്രം ചെയ്യുക, അതിനുശേഷം മുഴയെടുത്ത് മാറ്റുക. എന്നാലും കുഞ്ഞ് മരിക്കും. മൂന്നാമത്തെ വഴി ശസ്ത്രക്രിയ ചെയ്യുക, അതിലൂടെ കുഞ്ഞിനെ രക്ഷിക്കാം. പക്ഷേ പ്രസവാനന്തരം അമ്മ മരിക്കും. ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി തലയ്ക്കുള്ളിൽ പൊട്ടി ഘോരമാമൊരഗ്നിപർവ്വതം ബന്ധുമിത്രാദികളും സഹപ്രവർത്തകരും ആ കുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്ത് കളയാൻ അവളെ ഉപദേശിച്ചു. ഭർത്താവ് പിയോട്രോ അവളോട് പറഞ്ഞു, ജിയന്ന, നമ്മുടെ 3 മക്കൾക്ക് അമ്മയില്ലാതായി തീരും. നീ കുഞ്ഞിന് വേണ്ടെന്ന് വെക്ക്. ഭർത്താവ് കൂടെ അത് ഏറ്റു പറഞ്ഞപ്പോൾ അവൾ അക്ഷരാർത്ഥത്തിൽ തളർന്ന അവശയായി. അവൾ ക്രൂശിത രൂപത്തിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ആത്മാവ് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സുദീർഘമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾ ഒരു തീരുമാനമെടുത്തു. തന്റെ തീരുമാനം അവിടെ നിന്നിരുന്ന വ്യക്തികളോട് വിനയപൂർവ്വം വെളിപ്പെടുത്തി. ബലി കൊടുക്കുമെൻ ജീവിതം തൻ ഉദരത്തിൽ ഉദയം കൊണ്ട മനുഷ്യജീവനു വേണ്ടി ഡോക്ടർ വിറ്റാലി പറഞ്ഞ 3ാമത്തെ വഴി അവൾ തെരഞ്ഞെടുത്തു. അവൾ ശസ്ത്രക്രിയക്ക് വിധേയയായി. ഏതാനും ദിവസം വിശ്രമിച്ചതിന് ശേഷം അവൾ ജോലിയിൽ വ്യാപൃതയായി.
തൻ്റെ അന്ത്യനാളുകൾ അടുത്തടുത്ത് വരുന്നതായി അവൾക്കറിയാം. പക്ഷെ ഒരു സത്കർമ്മം ചെയ്തതുകൊണ്ടുള്ള ചാരിതാർത്ഥ്യം മൂലം അവൾ സുസ്മേരവദനയായിരുന്നു. എപ്പോഴും ഒരു ദീർഘയാത്രയ്ക്ക് പോകുന്നത് പോലെ അവൾ വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി, സാധനങ്ങളെല്ലാം അടുക്കടുക്കായി വെച്ചു. താൻ വേദനിപ്പിച്ച വ്യക്തികളോട് മാപ്പ് ചോദിച്ചു. ആ ഇണക്കുരുവികൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ഈ സമയത്ത് അവളുടെ കുഞ്ഞുമക്കൾ അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. കുറുമ്പ് കാണിക്കുമ്പോൾ ജിയന്ന സ്നേഹപൂർവ്വം ശാസിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ശാസിച്ചപ്പോ ആ കുഞ്ഞുമക്കൾ ജിയന്നയുടെ അടുക്കിലേക്ക് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അതിൽ മൂത്തവൻ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. അമ്മേ, അമ്മയ്ക്ക് ഞങ്ങൾ ഒരു ഭാരമാണോ? അത് കേട്ടപ്പോൾ അമ്മ അവരെ വാരി പിടിച്ചുകൊണ്ട്, മണ്ണുക്ക് മരം ഭാരമാ, മരത്തിന് കണി ഭാരമാ, കുളന്തൈ തായ്ക്ക് ഭാരമാ, കുളന്തൈ തായ്ക്ക് ഭാരമാ. മണ്ണുക്ക് മരം ഭാരമാ, മരത്തിന് കണി ഭാരമാ, കുളന്തൈ തായ്ക്ക് ഭാരമാ, പെറ്റെടുത്ത കുളന്തൈ തായ്ക്ക് ഭാരമാ. അന്ന് രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് കുഞ്ഞുങ്ങളെ ജിയന്ന അരികിൽ കിടത്തി. അവരെ ഉറക്കുമ്പോൾ അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഈ അമ്മ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ടു പോയേക്കാം. പക്ഷേ അമ്മയുടെ ഉദരത്തിലുള്ള ഈ കുഞ്ഞുവാവ എന്നും നിങ്ങളോടൊത്ത് കളിക്കാനുണ്ടായിരിക്കും. നിങ്ങൾ 4 പേരും കൂടെ ചേർന്ന് പപ്പായെ നല്ലതുപോലെ സന്തോഷിപ്പിക്കണം കേട്ടോ. പപ്പ നിങ്ങൾക്ക് എന്നും കൂട്ടിനുണ്ടായിരിക്കും. അമ്മ പറഞ്ഞതിന്റെ പൊരുൾ കുഞ്ഞുങ്ങൾക്ക് പിടികിട്ടിയില്ല. നക്ഷത്രങ്ങൾ കാട്ടിലേക്ക് പോവുകയാണ് മക്കളെ, മക്കളെല്ലാം നന്നായി 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 വളരണം. നക്ഷത്രങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് മക്കളെ, മക്കളെല്ലാം നന്നായി 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 വളരണം. മാസങ്ങൾ കടന്നുപോയി. അന്നൊരു ദുഃഖവെള്ളിയാഴ്ച ദിവസം ജിയന്നയ്ക്ക് പ്രസവ വേദന ആരംഭിച്ചു. അവളെ സെന്റ് ജെറാൾഡ് ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പിയോട്രോ ഒപ്പമുണ്ടായിരുന്നു. അയാളുടെ ഹൃദയം വളരെയധികം നീറുന്നുണ്ടായിരുന്നു. ദുഃഖവെള്ളിയാഴ്ചയായിരുന്നതുകൊണ്ട് യേശുവിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആ തെരുവീതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞ കാലം. ഒരു നീണ്ട നിരയാണത്. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞ കാലം. ഭക്തി സാന്ദ്രതയിൽ മുങ്ങി ആ വിലാപയാത്ര കടന്നു പോകും. ഭാരവം കേൾക്കുമെന്നും കരളുന്നു കരയും
ഏതായാലും അന്ന് പ്രസവം നടന്നില്ല. പിറ്റേന്ന് ദുഃഖശനി. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ വീറ്റാലി ആവശ്യപ്പെട്ടു. ജീനയെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കടത്തി. അതിന്റെ വാതായനങ്ങൾ അടഞ്ഞു. പിയോട്രോയും 3 മക്കളും പ്രാർത്ഥനാഭരിതരായി പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു നഴ്സ് ജീനായുടെ കുഞ്ഞിനെയും കൊണ്ട് ഇത് അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നു. ജാതയായി സ്വന്തം അമ്മയ്ക്കഭിനന്ദനമേകുവാൻ. ഇമ്മാനുവേല ജാതയായി സ്വന്തം അമ്മയ്ക്കഭിനന്ദനമേകുവാൻ. ഇതിഹാസ ജീവിതം നയിച്ചതന്നമ്മയ്ക്കൊരായിരം കീർത്തനങ്ങൾ പാടി. ഇതിഹാസ ജീവിതം നയിച്ചതന്നമ്മയ്ക്കൊരായിരം കീർത്തനങ്ങൾ പാടി. ഇമ്മാനുവേല ജാതയായി സ്വന്തം അമ്മയ്ക്കഭിനന്ദനമേകുവാൻ. ജീനാക്ക് ഇനിയും സുബോധം വന്നിട്ടില്ല. അവൾക്ക് ബോധം വീണപ്പോൾ കുഞ്ഞിനെ അവൾക്ക് കാണിച്ചു കൊടുത്തു. ആനന്ദത്തിന്റെ അശ്രുഗണങ്ങൾ അവളുടെ കണ്ണുകളിൽ നിന്ന് അടർന്നടർന്ന് വീണു. തന്റെ ജീവിതം ദൈവസന്നിധിയിൽ ധന്യമാക്കിയ തന്റെ താഴികക്കുടം അവൾക്ക്, ആ പെൺകുഞ്ഞിന് എമ്മാനുവേല എന്നവൾ പേരിട്ടു. കാത്തിരിപ്പിന്റെ കനൽ കട്ടയാണവ ത്യാഗത്തിനുജ്വലമായ നേട്ടം. കാത്തിരിപ്പിന്റെ കനൽ കട്ടയാണവൾ ത്യാഗത്തിനുജ്വലമായ നേട്ടം. ലോകത്തിനാകെയും ദീപ്തി പരന്നുന്ന കാലത്താൽ പൊലിയാത്ത പൊൻവിളക്ക്. ലോകത്തിനാകെയും ദീപ്തി ചൊരിയുന്ന കാലത്താൽ പൊലിയാത്ത പൊൻവിളക്ക്. ഗർഭചിത്രത്തിന്റെ പിടിയിൽ നിന്നും തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായതിനെ ഓർത്ത് അവൾ ദൈവത്തെ സ്തുതിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം അവളുടെ സ്മരണാമണ്ഡലത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. ഗർഭചിത്രം ചെയ്യാനിടയുള്ള 10,000-കണക്കിന് കുരുന്ന മക്കളെ പരമപിതാവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ മരണക്കട്ടിലിൽ കിടന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ്. പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിൻ പറവകളായി പറന്നിടേണം. പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിൻ പറവകളായി പറന്നിടേണം. ഹിംസ വരിക്കാതെ കാക്കാം ശിശുക്കളെ
തിരുനിണമൊഴുകട്ടെ ഗാത്രങ്ങളിൽ. ഹിംസ വരിക്കാതെ കാക്കാം ശിശുക്കളെ, തിരുനിണമൊഴുകട്ടെ ഗാത്രങ്ങളിൽ. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ അവനെ നിർമ്മിച്ചു. ഇന്നും പരമപിതാവ് തന്റെ കൈവിരലുകൾ കൊണ്ട് അമ്മമാരുടെ ഉദരങ്ങളിൽ കുരുന്ന മക്കളെ മെനഞ്ഞെടുക്കുന്നു. പക്ഷേ മനുഷ്യനാകട്ടെ ആ കുരുന്ന മക്കളെ തങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തുന്നു. കൊല ചെയ്യപ്പെടാനിടയുള്ള ഈ മക്കൾക്ക് വേണ്ടി ഊഷ്മളമായി പ്രാർത്ഥിക്കുന്ന ജീവനായുടെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. പിറവിയെടുക്കുന്ന ദൈവത്തിൻ പറവകളായി പറന്നിടേണം. പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിൻ പറവകളായി പറന്നിടേണം. ഹിംസ വരിക്കാതെ കാക്കാം ശിശുക്കളെ, തിരുനിണമൊഴുകട്ടെ ഗാത്രങ്ങളിൽ. ഹിംസ വരിക്കാതെ കാക്കാം ശിശുക്കളെ, തിരുനിണമൊഴുകട്ടെ ഗാത്രങ്ങളിൽ. അവൾ 7 ദിവസം കൂടെ ജീവിച്ചു. അവളുടെ ശ്വാസം നേർത്തു വന്നു. സന്ധ്യാസമയത്ത് ആകാശമണ്ഡലത്തിൽ ചെഞ്ചോപ്പ് പടർത്തിക്കൊണ്ട് പരിലസിക്കുന്ന സൂര്യബിംബം കടലിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ ജീവിതത്തിൽ അത്യുജ്വലമായ വിജയം നേടിയ ജീവന കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന നിമിഷം അണഞ്ഞു പോയി ജീവിതം, പൂത്തുലഞ്ഞു സ്വർഗത്തിൽ. മാലാഖമാർ മധ്യേ വസിക്കുന്നു ജീവന എന്നൊരു പുണ്യവതി. അണഞ്ഞു പോയി ജീവിതം, പൂത്തുലഞ്ഞു സ്വർഗത്തിൽ. മാലാഖമാർ മധ്യേ വസിക്കുന്നു ജീവന എന്നൊരു പുണ്യവതി. 1961 ഏപ്രിൽ മാസം 30-ാം തീയതി തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ജീവനായുടെ വിലാപയാത്ര അതാ കടന്നു പോവുകയാണ്. ഒരു ദേശത്തിന്റെ ധീര വനിതയ്ക്ക് നൽകിയ അന്തിമ യാത്ര. കണ്ണീരിൽ കിനിഞ്ഞ രാഷ്ട്രത്തിന്റെ പ്രണാമം അമർത്തിപ്പിടിച്ച വികാരങ്ങളോട് പിയോട്രോയും 3 മക്കള് ആ മൃതദേഹത്തെ പിന്തുടരുന്നുണ്ട്. ആ മണിമഞ്ചത്തിൽ നിന്നും നാം ശ്രദ്ധിച്ചാൽ ഒരു സ്വരം വിഹായുസിലേക്ക് ഉയരുന്നത് കേൾക്കാം. One more child, a blessing. One more child, a blessing. ഒരു കുഞ്ഞു കൂടി ജനിക്കുന്നത്
അനുഗ്രഹദായകം. മൃതദേഹം മെസോറോയിൽ ഇടവക പള്ളിയിൽ സംസ്കരിച്ചു. പിറ്റേന്ന് മുതൽ അനേക മക്കൾ ആ കബറിടത്തിങ്കൽ വന്നു പ്രാർത്ഥിച്ചു. അനേകർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായി. അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ ഒരു വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയായൊരു വീട്ടമ്മ, വിനീതയായൊരു വീട്ടമ്മ, വിശുദ്ധയായൊരു വീട്ടമ്മ, വിനീതയായൊരു വീട്ടമ്മ. വിളങ്ങി നിന്നിടുമെന്നാളും വണങ്ങിടാൻ കൃപ പുൽകാനായി. വിളങ്ങി നിന്നിടുമെന്നാളും വണങ്ങിടാം കൃപ പുൽകാനായി.